ശ്ലോകം. ഓക്കെ ബൈ. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? എന്തെങ്കിലും ഉണ്ടോ പറയാൻ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. ടീച്ചർ സൈനിനും തോട്ട് ഓഫ് ഡേയും ഉണ്ട്. ഓക്കെ. Thought of the day. Education is not preparation for life. Education is life itself. John Dewey. Good morning, teacher. Sign in. The fox and the grapes. One day, a fox was very hungry. He reached for food everywhere. He reached a vineyard. He saw bunches of grapes hanging from the vines. He tried to reach the grapes, but they were too high. He jumped again and again, but could not reach them. At last, he got worn out and said, "This grape must be sour. I do not want them." Then he ran away. The moral of the story is, it is easy to despise what you cannot have. Thank you. ഓക്കെ ഫൈൻ. ഇത്രയും നേരെ കയറാറുള്ളൂ, അത് ജോയിൻ ആവുമായിരിക്കും അല്ലേ? ടീച്ചർ വർക്കിന് പോകുന്നവരുണ്ട്, പിന്നെ ഇടയ്ക്ക് വെച്ച് കയറുന്ന ചേച്ചിമാരുണ്ട്. എനിവേ നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്തേക്ക ക്ലാസ്സിൽ, കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവരോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തവർക്കോ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാസ്സിൽ എന്താണ് ചിലപ്പോ എന്താണ് നടന്നത്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ഈവൻ ആ ബ്രീഫിങ്ങിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് അത് രസമായിരിക്കും, പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോൾ അതത്ര സുഖമായി തോന്നില്ല. അവർ PDF ചിലപ്പോൾ ഫോക്കസ് ചെയ്യും, അയ്യോ ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് അവർ ലേണിംഗ് പ്രോസസ്. നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നതാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എവിടെ വരെ വേറെ ടീച്ചർ ഇന്ന് സെമിനാർ ആരെങ്കിലും ഒരാളെ ചെയ്യാൻ പറഞ്ഞിരുന്നു, പാരന്റിങ്ങിന്റെ. ഓക്കെ ഓക്കെ ഫൈൻ. ആരാ റെഡി ആയിട്ടുള്ളത്? ടീച്ചർ ഞാൻ റെഡിയാണ്. വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളിപ്പോ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന 9 പേരും റെഡി ആണെങ്കിലും വി ക്യാൻ ഡു, നോ പ്രോബ്ലം. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് ആണെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എഴുതിയത് ഞാൻ ടീച്ചറിന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, സോ വേറെ ആരെങ്കിലും ഉണ്ടോ? or else you people can add your experiences. അത് കഴിയുമ്പം നമുക്ക് ആഡ് ചെയ്യാം നമ്മളുടെ എക്സ്പീരിയൻസസ്. നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ചലഞ്ചസ്, ഒരു പാരന്റ് എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നമ്മളപ്പോ എന്താണ് ആ സമയത്ത് സോർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമുക്ക് വളരെ സന്തോഷം സ്നേഹവും തോന്നിയ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ദാറ്റ് ഓൾസോ. അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ആൻസി പ്രിപ്പയർ ചെയ്തു വെച്ചു, പ്രസന്റ് ചെയ്യാൻ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷൻ ഇല്ല, എന്നാലും ഞാൻ ചെയ്യാം. ഓക്കെ പ്ലീസ്. Okay. Good morning, everyone, and good morning, teacher. Today, I will be speaking on the topic parenting. Parenting is simply the way we raise our children with love, care, and guidance, so they grow into confident and responsible human beings. First, what is parenting? Parenting means supporting a child in every stage of their life. It includes keeping them safe, giving them education, and being there for them emotionally. Second, importance of parenting. Good parenting helps children feel secure, understand values, build confidence, and develop good habits. It shapes their entire personality. Next, let me briefly talk about the 4 common parenting styles. First one, authoritative parenting, where parents are loving, it also set clear rules. Second one, authoritarian parenting, where parents expect strict obedience. Third one, permissive parenting, where parents are very loving but do not set many rules. Third one, involved parenting, where parents give very little attention or guidance. Among this, uh, authoritative parenting is considered the most balanced because it combines love and discipline. Now, what makes a good parent? Good parents listen to their children, spend time with them, encourage them, teach discipline with kindness, show respect, and act as good role
role models. How can parents support their children better? By talking to them every every day, they effort setting simple rules, being patient, giving them a small responsibility, guiding them during emotional moments, and supporting their studies and interests. Of course, parenting comes with challenges, things like managing screen time, balancing work and home, handling mood, swimming, peer pressure, and academic stress. To conclude, parenting is a journey. No parent is perfect, but every parent can try their best. With love, patience, understanding, and clear guidance, we can help our children grow happily and confidently. Thank you. ഓക്കെ അൻസി, വെരി നൈസ്. എല്ലാ പോയിന്റും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും റെഡി ആണോ ഇതുപോലെ സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട്? എനിവൺ? ഓക്കെ, സോ നിങ്ങൾക്ക് അദ്ദേഹം ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാം. പാരന്റിങ് സ്റ്റൈൽസിനെ പറ്റിയാണ് കൂടുതൽ ആൻസി പറഞ്ഞത്. ഏതെല്ലാം ടൈപ്പ് ഓഫ് പാരന്റിങ് ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ബി, പാരന്റിങ് മീൻസ് വി ഹാവ് ടു പ്രൊവൈഡ് ദം ന്യൂട്രിയൻസ് ഫോർ ദെയർ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, അത് കറക്റ്റ് ടൈമില് കറക്റ്റ് അളവില് കുട്ടിയുടെ ഏജിനനുസരിച്ച് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫുഡ് ഹാബിറ്റ്സ് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പാരന്റ്സിന്റെ നമ്മൾ എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തു, കുറെ ക്യാഷ് സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും ഒരുക്കിയ അതിലല്ല കാര്യം. മെന്റൽ ഹെൽത്തിന് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ്, നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന കെയർ, കൺസേൺ, വാംത്, അഫെക്ഷൻ, ലവ് എല്ലാം മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് ആണ്. അതിന് വേണ്ടുന്ന പോഷകങ്ങൾ എന്ന് പറയാം മനസ്സിന്റെ ആരോഗ്യത്തിന്. അപ്പൊ അതും ഒരു പാരന്റ് സൈഡിൽ നിന്ന് ശരി തന്നെയാണ്. പാരന്റ്സ് പലപ്പോഴും ഒരു എന്താ പറയാ, കണക്ക് പറയുന്ന പോലെ പറയും, ഞാൻ എന്തെല്ലാം അവന് വേണ്ടി ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നത് തന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട്, എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനാണ്. പക്ഷെ എവിടെയോ കുട്ടിക്ക് നഷ്ടമായ ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തിരക്കിനിടയ്ക്ക് പാരന്റ്സിനും പറ്റാതെ വരുന്നു. അതാണ് പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ട് വേറൊരു ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ്. അപ്പൊ 4 രീതിയിലുള്ള പാരന്റിങ്ങിനെ കുറിച്ച് ആൻസി പറഞ്ഞു. അതോറിറ്റേറ്റീവ് ആൻഡ് പെർമിസീവ് ആൻഡ് അൺഇൻവോൾവ്. ആ രീതിയിൽ 4 രീതിയിലുള്ള പാരന്റിങ്ങിനെ പറ്റി പറഞ്ഞു. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് ആണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടി ഭയങ്കര അച്ചടക്കത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും വീട്ടിലുണ്ടാകുന്നത്. എപ്പോഴും അവര് ഡിമാൻഡ് ചെയ്യും പല കാര്യങ്ങളും. പിന്നെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അങ്ങനെ ചിലപ്പോൾ പണിഷ്മെന്റ് അതൊക്കെ നല്ലപോലെ വരും. കുട്ടികൾ പലപ്പോഴും അങ്ങനെ വരുമ്പോൾ റിബലായിട്ട് മാറും. അവർക്ക് ഭയങ്കര വാശിയും, അവരെപ്പോഴും റിബലിയസ് ആ ഒരു രീതിയിൽ വരും. അപ്പൊ അങ്ങനെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് പുറത്ത്. അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഹൈ എക്സ്പെക്ടേഷൻ ഒക്കെ തന്നെയാണ് പാരന്റ്സിനുള്ളത്. പക്ഷെ എന്നാലും കുട്ടികളും പാരന്റ്സുമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഒരു ലവ്, വാംത്ത് അതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇവര് ചില കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെക്കും. പക്ഷെ കുട്ടികളെ കേൾക്കുകയും ചെയ്യും. കുട്ടികളുടെ കാഴ്ചപ്പാടുകളും അതിനൊക്കെ കുറച്ചൊന്ന് കൺസിഡർ ചെയ്യും. പിന്നെ ഹൈ സപ്പോർട്ടും കൊടുക്കും. അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ്. അവര് ആവശ്യപ്പെടും, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മുഴുവൻ മാർക്ക് വാങ്ങണം, അപ്പുറത്തെ കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് വേണം. ആ രീതിയിൽ ഹൈ ഡിമാൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ട്. പലപ്പോഴും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ, വെൽ അഡ്ജസ്റ്റഡ്, കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്നത്. പെർമിസീവ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ, വളരെ നർച്ചറിങ് ആണ്. കുട്ടികളെ വളരെ അവര് അധികം ലിമിറ്റ്സും കൺട്രോളും ഒന്നും വെക്കില്ല. വലിയ ഡിമാൻഡും ഒന്നും ചെയ്യുന്നില്ല. ലോ ഡിമാൻഡ് ആയിരിക്കും. നല്ല സപ്പോർട്ടും ആയിരിക്കും. കുട്ടികള് ഇങ്ങനെ വരുമ്പോ കുട്ടികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പല കാര്യങ്ങളും അവര് കൺട്രോൾ ഇല്ലാതെ ചെയ്യും. ഇപ്പോ കളിക്കാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു, അവര് മണിക്കൂറുകളോളം ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കും, വേറെ പണികളൊന്നും ചെയ്യൊന്നുമില്ല. അല്ലെങ്കിൽ അവര് പല ഭക്ഷണം അവര് ഡിമാൻഡ് ചെയ്യും കുട്ടികൾ. അതെല്ലാം പാരന്റ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സെൽഫ് കൺട്രോളിനൊരു ഡിഫിക്കൽട്ടി വരും.
പിന്നെ അൺഇൻവോൾവ്, നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള പാരന്റ്സ്, കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത പാരന്റ്സ്. അത് അവിടെ ലോ സപ്പോർട്ടായിരിക്കും. അവര് കുട്ടികളെ ചില പാരന്റ്സിന് ഏത് ക്ലാസ്സിലാണോ, ക്ലാസ് ടീച്ചർ ഏതാണോ, പഠിക്കുന്നുണ്ടോന്നോ ഒന്നും അറിയില്ല. ആ രീതിയിലുള്ള അൺഇൻവോൾവ് ആയിട്ട് ഇമോഷണലി എല്ലാം കുട്ടികളുമായിട്ട് അവർ നല്ല ഡിസ്റ്റൻസിലായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും ഇൻസെക്യൂർ ആവുന്നു. കാരണം അവരെ നോക്കാൻ ഒരു കെയർ ഗിവർ ഇല്ലാത്ത അവസ്ഥ. ഇവർ ഇൻസെക്യൂർ ആവുന്നു, ലോൺലിനെസ്. അപ്പം പലപ്പോഴും അവർക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതിന്റെ കുട്ടികൾ ഫെയിൽ ആവുന്നു. അവർക്ക് അറിയില്ല. കാരണം അവർ അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു നല്ല സുന്ദരമായ ആ ഒരു ബന്ധം അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അവരങ്ങനെ നോക്കാൻ ആരും തന്നെയില്ല. അതുകൊണ്ട് അവർക്ക് നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മളാണ് അവരെ പലപ്പോഴും ഈ ഹെൽത്തി റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന റോൾ മോഡൽസ് ആണ് പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇല്ലാതെ കുട്ടികൾ പോകുന്നു. അപ്പൊ അതോറിറ്റേറ്റീവ്, പെർമിസീവ് ആൻഡ് അൺഇൻവോൾവ്, നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള 4 ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ് കണ്ടത്. ഓക്കെ, സോ ഇത് പാരന്റിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു ആർട്ട് തന്നെയാണ്. എവറി പാരന്റ് ഈസ് നോട്ട് എൻ ആർട്ട്. എല്ലാ പാരന്റ്സും പക്ഷെ നല്ല ആർട്ടിസ്റ്റുകളും അല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം, ഇതൊരു കല തന്നെയാണ്. നമ്മൾ കുക്കിംഗ് ഒരു ആർട്ടാന്ന് പറയുന്ന പോലെ തന്നെ പാരന്റിങ്ങും ഒരു ആർട്ട് തന്നെയാണ്. നമ്മളിങ്ങനെ നല്ല പോലെ അത് ഡിസൈൻ ചെയ്ത് അതിന്റെ പെർഫെക്ഷൻ നോക്കി ഇടയ്ക്ക് എന്തെങ്കിലും മിനുക്കുപണികൾ ചെയ്യണോ അതൊക്കെ ചെയ്യണം. അപ്പോഴാണ് കുട്ടികള് ശരിയായ നോർമലൈസ്ഡ് കുട്ടികളായിട്ട് പ്രൊഡക്റ്റീവായിട്ട് അവർ വളരുള്ളൂ. അല്ലെങ്കിൽ അവർ വളരെയധികം ഡീവിയേറ്റഡ് ആയി പോകും. ശരിയായ രീതിയിൽ പണിയാത്തൊരു ശില്പത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ അത് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്ടോ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ? യെസ്, ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഈ ഒരു ക്ലാസ്സിൽ പാരന്റിങ് കഴിഞ്ഞു പോയി എന്ന് കരുതി പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ക്ലാസ് പ്ലാൻ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഫൈൻ. നമ്മൾ ക്ലാസ് എവിടം വരെയായി? ലൈക്ക് ടീച്ചർ പേഴ്സണൽ ഹൈജീന്റെ ആയിരുന്നു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞായിരുന്നു മാം. അത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. പേഴ്സണൽ ഹൈജീൻ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ? ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് യൂണിറ്റ് 3 ആണെങ്കിലും എടുത്തോ? ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അശ്വതി മിസ് എടുത്തായിരുന്നു. യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അത് അപർണ മിസ്. ഇപ്പൊ 6 മാത്രമേ എടുക്കാനുള്ളൂ മാം. 6 മാത്രമേ എടുക്കാനുള്ളൂ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ ഫൈൻ. സോ നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിലേക്ക് പോകണം. അപ്പൊ പാർട്ട് 1 നിങ്ങൾക്ക് ബാക്കിയെല്ലാം ചാപ്റ്റേഴ്സും കഴിഞ്ഞു അല്ലെ? സോ യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മളിപ്പോ പാരന്റിങ്ങിൽ നമ്മൾ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു, ഹൈലൈറ്റ് ചെയ്ത് കുട്ടികളുടെ ആരോഗ്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റും അവരുടെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് ശരിയായ പോഷകങ്ങളുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരുടെ പല ഡെവലപ്മെന്റ്, ഫിസിക്കൽ മൂവ്മെന്റ് ശരിയാവില്ല, മസ്കുലർ മൂവ്മെന്റ് ശരിയാവില്ല, അവരുടെ ബുദ്ധി ശരിയായി വർക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു സോഷ്യലൈസ് ചെയ്യില്ല. അവരെപ്പോഴും ലേസി, ഒരു മൂഡിയായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, ഒടിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കും അല്ലെ? അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ന്യൂട്രീഷ്യസ് ആയിരിക്കണം. അതെല്ലാം നമ്മൾ പറഞ്ഞു. അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. അവർക്ക് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണമെങ്കിൽ അവർ നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇനി ഇതുപോലെ തന്നെയാണ് അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യവും. നമ്മൾ അവരെ സ്നേഹിക്കണം. മെന്റൽ ഹെൽത്ത് അത് ഇമ്പോർട്ടന്റ്. അത് പറഞ്ഞ ഓർക്കാണ്. ഇവിടെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും, എനിക്ക് 2 കുട്ടികളാണ്. മോളും ഉണ്ട് മോനും ഉണ്ട്. മോള് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് അവൾ ഡൽഹിയിലാണ് പഠിക്കുന്നത്. മോൻ 9th. അപ്പം ഈ ബാക്കി 3 പേരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ വല്ലപ്പോഴുമാണ് എനിക്ക് വായിക്കാനുള്ള സമയം കിട്ടുന്നത്. അപ്പൊ ഞാൻ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇവർക്ക് 3 പേർക്കും വരുന്ന ഡിമാൻഡ്സ് ഭയങ്കരവും. ഹസ്ബൻഡ് പൊതുവെ വീട്ടിലുള്ള സമയത്ത്
ഇങ്ങനെ മൂവീസ് കണ്ടുകൊണ്ടിരിക്കും മൊബൈലിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളും അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പൊ ഇന്നലെ ഞാനൊരു ബുക്ക് വായിക്കും, മോളിവിടെ ഇല്ല, എന്റെ ഒരു സൈഡിൽ നിന്ന് മോൻ, ഒരു സൈഡിൽ നിന്ന് ഹസ്ബൻഡ്. എന്റെ പിടി വിട്ടുപോയി. ഞാൻ പറഞ്ഞു, മനുഷ്യന് മര്യാദയ്ക്ക് ഒരു ബുക്ക് വായിക്കാനും സമ്മതിക്കില്ലല്ലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ശബ്ദം ഒത്തിരി പൊങ്ങി. അപ്പൊ അത് എന്റെ ശബ്ദം പൊങ്ങുമ്പോ മോന് ഭയങ്കര വിഷമട്ടോ. അവൻ പെട്ടെന്ന് വാതിലടച്ച്, ഉറങ്ങേണ്ട സമയമായി, 10 മണി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വേഗം പോയി അവന്റെ റൂം അടച്ചു. അച്ഛൻ കുറ്റി ഇടാറില്ല കേട്ടോ. അങ്ങനെ റൂം അടച്ചു. എനിക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോ വന്നിട്ട് പറഞ്ഞു, അവനിങ്ങനെ ഇതായിട്ടാ പോയിരിക്കുന്നത്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ ചെന്നപ്പോഴേക്ക് അവൻ വെയിറ്റ് ചെയ്യാ ഞാൻ വരാൻ വേണ്ടിയിട്ട്, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ. കാരണം അവനറിയാം രാത്രി ഇച്ചിരി പിണങ്ങി കിടന്നാലും ഞാനിങ്ങനെ വന്ന് അതങ്ങ് സോൾവ് ചെയ്ത് ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടേ പോകുള്ളൂ. എനിക്കും ചിരി വരുവാണ്, അവനും ചിരി വരുന്നത്. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും അവർ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ അവരെ ഒരു പണിഷ്മെന്റ് ചെയ്ത് നമ്മൾ ആസ് എ പാരന്റ്, പ്രത്യേകിച്ച് അമ്മമാര് കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ അത് അവർ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ സോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ കുട്ടികൾ ആ ഒരു ഓർമ്മയോട് കൂടിയായിരിക്കും പോയി കിടന്ന് ഉറങ്ങുന്നത്. അവരുടെ അന്നത്തെ ഉറക്കം ഒട്ടും സുഖാവില്ല. അവര് നന്നായി ഉറങ്ങിയാലാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊന്ന് ഷെയർ ചെയ്യാം സ്ക്രീൻ. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. വായിക്കുന്നതിന് മുമ്പ്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. നമ്മളുടെ വൈകാരികവും മാനസികവും സാമൂഹികവും ആയ സുഖം, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ആരെങ്കിലും പെട്ടെന്ന് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവര് ഈ 3 പോയിന്റ്സ്, അതായത് മെന്റൽ ഹെൽത്ത് കണക്ട് ചെയ്യുന്ന 3 ഏരിയാസ്, ഈ 3 ഏരിയയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ 3 ലെവൽസും നല്ല രീതിയിൽ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് നല്ല ഒരു മെന്റൽ ഹെൽത്ത് ആയിരിക്കും, ഹൈയിലായിരിക്കും. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ്സ് അവർ ഇമോഷണൽ, വൈകാരികം, സൈക്കോളജിക്കൽ, മാനസികം, ആൻഡ് സോഷ്യൽ വെൽബീയിങ്, വൈകാരിക, മാനസിക, സാമൂഹ്യ സുഖം, അല്ലെങ്കിൽ ആ ഒരു ക്ഷേമം, സന്തോഷം, സമാധാനം എന്ന് പറയുന്നത്, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെ ബാധിക്കപ്പെടും. നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, നമ്മളുടെ ക്ലീൻ വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹൈജീൻ, നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെ പേഴ്സണൽ ഹൈജീനും നമ്മുടെ വീട്ടിലെ ഹൈജീൻ അല്ലാത്ത സറൗണ്ടിങ്സിൽ ജീവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അസുഖങ്ങൾ പലതും വരും, പെട്ടെന്ന് പല അസുഖങ്ങൾ വരും, അല്ലെ, നമ്മൾ വീക്കായി പോകും. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെയും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ, ശരിയായ രീതിയിൽ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ, നമ്മൾ ശരിയായ രീതിയിൽ നമ്മളുടെ വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ ഡൊമസ്റ്റിക് ഹൈജീൻ, വീട്ടിനുള്ളിലെ ഹൈജീൻ, നമ്മുടെ സറൗണ്ടിങ്സ്, കമ്മ്യൂണിറ്റി ഹൈജീൻ, ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്ന് പറയും, അല്ലെ. അസുഖങ്ങൾ പിന്നെ വരാം, പിന്നെ അങ്ങ് ടയേർഡാകും, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവും എന്ന കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ഇതുപോലെ ബാധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തിങ്കിങ്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മളുടെ ഫീലിങ്സ്, എങ്ങനെ നമ്മൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നു, അതുപോലെ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം, സങ്കടം വരുമ്പോൾ നമ്മൾ ചില ആൾക്കാര് പിടിവിട്ട് പോയിട്ട് ഉപദ്രവിക്കും, അല്ലെ. ചിലപ്പോ അത് ഒരു മർഡറിൽ തന്നെ വന്നു ചേരാം. കഴിഞ്ഞ ദിവസം ഒരു മർഡർ സംഭവിച്ചു കൊച്ചിയില്. അയാൾക്ക് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു സെക്സ് വർക്കറെ വിളിച്ചു വരുത്തിയിട്ട് അവര് കൂടുതൽ ക്യാഷ് ഡിമാൻഡ് ചെയ്തപ്പോൾ അയാള് അവരെ സ്ത്രീയെ കൊല്ലുന്നത് ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. ഈ വേസ്റ്റ് എടുക്കാൻ വന്നവരാണ് കാണുന്നത്. മദ്യപിച്ച് കാരണം അയാൾ ആ ഡെഡ് ബോഡി അയാൾക്കും അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും, ബോധമില്ലാണ്ടായി പോകുമെന്തോ ചെയ്തു. ശരിക്കും അത് അയാളുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ആ മദ്യപാനം അയാളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചു. മദ്യപിച്ചപ്പോ അയാളുടെ സെൻസ് അയാൾക്ക് നഷ്ടപ്പെട്ടു അല്ലെ, അയാളുടെ ബ്രെയിൻ ശരിയല്ലാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങി, സെൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ അയാള് ആ സ്ത്രീയെ കൊല്ലുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഈ നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മളുടെ തോട്ട് ഒരു ബോധമില്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമ്മളും പലപ്പോഴും അറിയാതെ പല കാര്യങ്ങളും ചെയ്തു പോകും. ചിലപ്പോ അറിയാതെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാളെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ചിലപ്പോ അടിച്ചെന്ന് വരാം, ചിലര് കത്തിയെടുക്കും അല്ലെ, അങ്ങനെ പല രീതിയിലും അപ്പൊ ഈ റീസെന്റ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം തുടങ്ങി ഇതുപോലുള്ള കുറെ ക്രൈംസ് ആയിരുന്നു നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ. അയൽപക്കത്തെ ഒരാൾ വന്നിട്ട് എല്ലാരെയും, കുഞ്ഞുൾപ്പെടെ എല്ലാരെയും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ക്രൈംസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ അടുത്തൊക്കെ. പണ്ടൊക്കെ നമ്മള് ന്യൂസിലൊക്കെ കേൾക്കാറുള്ളത് അമേരിക്കയിൽ ഒരു സ്കൂളിൽ വന്നിട്ട് ഒരാള് എല്ലാരും നിരത്തി വെടിവെച്ചു ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അങ്ങ് ദൂരെ അമേരിക്കയിലാ കേട്ടേക്കണേ. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ കേൾക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതെല്ലാം ആളുകളുടെ മാനസിക ആരോഗ്യത്തിന്റെ ഡിസോർഡർ, ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് വരികയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് മാനസിക ആരോഗ്യ സാക്ഷരതയാണ്, മെന്റൽ ഹെൽത്ത് ലിറ്ററസി. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. അത് അഫക്ട് ചെയ്യുന്നത്, മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, ഹൗ വി തിങ്ക്, നമ്മൾ എങ്ങനെ ചിന്തിക്കും, ഹൗ വി ഫീൽ, എങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും. ഒരാളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടാവും. ചില അത് ഡോണ്ട് കെയർ, ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കുള്ള വിടും, അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലേ. ഭയങ്കര ആ ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് നമുക്ക് കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മളുടെ സമാധാനത്തിന് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ആക്ഷൻസ് ഇതിലൂടെയാണ്, ഹൗ വി ആക്ട്, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു. അയാളെ ചീത്ത പറയുന്നു, നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആകെ ക്ലൈമറ്റ് മൊത്തം നാശാവും അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ആകെ ഒരുമാതിരി ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയി പോകും. ഓക്കെ, നമ്മൾ എങ്ങനെ നമ്മളുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ നമ്മള് ഹെൽത്തി ചോയ്സസ് എടുക്കുന്നു, നമ്മളുടെ ചോയ്സ് ആണല്ലേ ഞാൻ എന്ത് എടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത്. അതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും നമുക്കത് നല്ലൊരു സ്മൂത്ത്, ഫ്ലെക്സിബിൾ, നല്ല സമാധാനം തരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതേസമയം നമ്മൾ എപ്പോഴും ടെൻഷനും ബുദ്ധിമുട്ടും തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, സുഹൃത്ത് ബന്ധമാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനം കിട്ടും. ചില സുഹൃത്തുബന്ധങ്ങൾ ഉണ്ടല്ലേ ചിലർക്ക്, അതായത് നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം. നിന്നെ കാണാൻ കൊള്ളാം, നീ ഡ്രസ്സ് കൊള്ളാം, നീ അങ്ങനെയാണ്. കാരണം പ്ലീസ് ചെയ്തില്ലെങ്കിൽ അവര് പിണങ്ങും. അപ്പൊ നമ്മളല്ലാതായി തീരുന്ന ഇടങ്ങളായി പോകും ചില സ്ഥലങ്ങളിലെ. നമ്മളിങ്ങനെ അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അവരെ എപ്പോഴും സന്തോഷിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ ചിലപ്പോൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് എപ്പോഴും ഒരു കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ മാത്രം ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നു, മറ്റവരിങ്ങനെ കയറി പോകുന്നു. അപ്പൊ അവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കലാണ് നമ്മുടെ പണി, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള സുഹൃബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അത് നമ്മളല്ലാത്ത സ്ഥലങ്ങളായി പോകും. അപ്പൊ അവിടെ നിന്നൊക്കെ പതുക്കെ അങ്ങ് ഇറങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സമാധാനമായുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും അങ്ങനത്തെ ഒക്കെ ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഇല്ല, വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പരിചയക്കാർ, ആരോടൊരു ദേഷ്യ വിരോധമൊന്നുമില്ല. അങ്ങനെ ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു കേട്ടോ. ലൈക്ക് അങ്ങനത്തെ ഒരു ഇതിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല, ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞ വിഷമങ്ങളൊന്നും തോന്നിയിട്ടിരുന്നില്ല. പക്ഷെ ലൈഫിൽ ഓരോരോ ലെവൽസ് ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾക്ക് ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ ഒരാളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ
പക്ഷെ വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് വിശ്വാസത്തോടെ ഓപ്പൺ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് വളരെ ആശ്വാസം തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ലൈഫ് പാർട്ട്ണറോട് പറയാൻ പറ്റില്ല, മക്കളോട് പറയാൻ പറ്റില്ല, പാരന്റ്സിനോട് പറയാൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് വേറെ ആയിരിക്കും, മക്കൾ ചിലപ്പോൾ മെച്യൂർ ആയിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ അതുകൊണ്ട്, അല്ലാണ്ട് അവരാരും മോശം എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവര് നമ്മളെ വളരെ സ്പെഷ്യലായിട്ട് കാണുന്നവരാണ്. ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും അവരോടുണ്ട്. പക്ഷെ എന്ന് കരുതി അവരോടൊന്നും എല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ് ആണ്. അത് ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ ചില ബന്ധങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതുണ്ടാവും അല്ലെ. അവിടെ പിന്നെ നമ്മൾ തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ആ ഒരു ആളെ വേണം, അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിനെ വേണം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ എന്റെ മദർ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മദർ ഇൻലോ റിലേറ്റീവ്സ് കസിൻസോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും, പക്ഷെ എനിക്ക് അവരെ അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. ഐ നോ ദം വെൽ, എനിക്ക് അവരെ അറിയാം, അവരങ്ങനെയാണ്. സോ ഞാൻ അതിനനുസരിച്ച് അവരോട് പെരുമാറുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയും അത് നമ്മളുടെ ചോയ്സ് തന്നെയാണ് കേട്ടോ. ബട്ട് നമ്മൾ ഹെൽത്തി ചോയ്സസ് എടുക്കുക. ഇനി നമ്മളുടെ ലൈഫിന്റെ എല്ലാ സ്റ്റേജസിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാ പറഞ്ഞത്. കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ഗ്രോത്തിന്റെ എല്ലാ സ്റ്റേജസിലും കുട്ടിയുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്തും അത് തന്നെ. കുട്ടി വളരുന്ന എല്ലാ സ്റ്റേജിലും കുട്ടിയുടെ മനസ്സിന്റെ ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണ്. അവള് ചെറുതല്ലേ, അവള് ചെറുതല്ലേ, അല്ലെങ്കിൽ അവൻ ചെറുതല്ലേ, ഈ പ്രായത്തിലൊന്നും മനസ്സിലാവില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ബട്ട് ഏത് പ്രായത്തിലും അവർക്ക് എല്ലാം മനസ്സിലാവും. അത് അവരുടെ ഓർമ്മ, മെമ്മറി ഷാർപ്പ് ആവുന്നത് 3 വയസ്സിന് ശേഷമായിരിക്കും. ബേർത്ത് തുടങ്ങിയിട്ട്, ബേർത്ത് എന്തിനാ, അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോഴേ അവർക്ക് പല ഫീലിങ്സും കിട്ടാറില്ലേ. അല്ല എല്ലാരും പറയില്ല, ഈവൻ നമ്മളൊരു പുളിയുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് അസ്വസ്ഥമാകും. നമ്മൾ മാത്രമല്ല, കുട്ടി അല്ലെ. അങ്ങനെയും പറയാറുണ്ട്. നമ്മളുടെ ഉറക്കം ആ കുട്ടിയെ ബാധിക്കുന്നു, നമ്മളുടെ ടെൻഷൻ ആ കുട്ടിയെ ബാധിക്കുന്നു. അപ്പൊ ഈ കുട്ടി എല്ലാം അറിയുന്നുണ്ട്, എല്ലാ ഫീലിങ്സും അവൻ അറിയുന്നുണ്ട് അമ്മയുടെ വോമ്പിലാവുമ്പോ തന്നെ. അതിന് പുറത്തേക്ക് വരുമ്പോഴും അവൻ കൂടുതലായിട്ട് സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അതുകൊണ്ട് കുഞ്ഞാണ്, അതിനൊക്കെ ഒന്നും മനസ്സിലായില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, അത് അവളെ ബാധിക്കില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ അവനെ ബാധിക്കില്ലല്ലോ എന്ന് വിചാരിക്കാനും പറ്റില്ല. അവർക്കൊരു 3 വയസ്സ് വരെയും അവർ സംഭവിച്ചതൊന്നും അവർക്കൊരു പക്ഷെ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആഫ്റ്റർ 3 ഇയേഴ്സ് അവരുടെ മെമ്മറി എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിരിക്കും. എല്ലാം അവരിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അത് ഒരു സ്പഞ്ച്, ഒരു വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്പഞ്ച് വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുട്ടിയുടെ മൈൻഡ്. അബ്സോർബൻ മൈൻഡാണ്, അത് മുഴുവൻ പിടിച്ചെടുക്കും. ചിലപ്പോ വലിയ ആൾക്കാർ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴേക്കും പറയും, അയ്യോ മിണ്ടല്ലേ, അവിടെ ഇരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് പിടിച്ചെടുക്കും എന്ന് പറയും. അത് തന്നെയാണ് കുട്ടികളെല്ലാം കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം അവർ പിടിച്ചെടുക്കും. പിന്നെ അവരുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും, അവരത് അതിനെ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ വേറെ ആയിരിക്കും. ഈ കുഞ്ഞുങ്ങള് ബേർത്ത് തുടങ്ങിയിട്ട് 3 വയസ്സ് വരെ അവർക്ക് ഓർമ്മയില്ലെങ്കിലും ഇവരുടെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഉള്ളില് സ്റ്റോർഡ് ആയിട്ട്, ഇംപ്രഷൻസ് ആയിട്ട് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. അത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. നമ്മൾക്ക് 3 വയസ്സ് കഴിയുമ്പോൾ കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും, ബോധം ആണ്. ബോധം എന്നുള്ളത് വരുന്നത് ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് സംഭവിക്കുന്നതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ 3 വയസ്സിന് താഴെയായിരുന്ന സമയത്ത് സംഭവിച്ചതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ഈ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, അതും ഉറക്കമായിരിക്കും, അതും റെസ്റ്റ് ചെയ്യും. പക്ഷെ അപ്പൊ പണിയെടുക്കുന്ന വേറൊരാൾ നമ്മുടെ ഉള്ളിലുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പൊ കുഞ്ഞു പ്രായത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ നമ്മളുടെ പിന്നീടുള്ള ലൈഫിലുണ്ടാവും. ചില ആളുകൾ എത്ര വലുതായാലും ചില കാര്യങ്ങളോട് അവർക്ക് പേടി ഉണ്ടാവൂലേ. അപ്പൊ ചെറുപ്പത്തിൽ ആ ഒരു പേടി വന്നതായിരിക്കാം. പിന്നെ നമ്മൾ ചിലപ്പോ തലയും വാലും ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നത് പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ, നമുക്കൊരു ഓർമ്മയുണ്ടാകാത്ത കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ വിചാരിക്കും, എന്താ ഞാൻ കാണാത്ത ആൾക്കാര്, കാണാത്ത സ്ഥലങ്ങളൊക്കെ സ്വപ്നത്തിൽ വരുന്നു എന്നൊരു തോന്നലുണ്ടാവും. പിന്നെ ഹിപ്നോട്ടിസിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് എനിക്കറിയില്ല. ഹിപ്നോട്ടിസ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മൾ ഉറക്കിയിട്ട് നമ്മുടെ ഈ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു.
സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ. അതിന് സയന്റിഫിക് ആയിട്ടൊരു ഒരു എക്സ്പ്ലനേഷൻ പറയാൻ എനിക്കറിയില്ല. പക്ഷെ പല മെത്തേഡും യൂസ് ചെയ്ത് ആളുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളിൽ പലരും ചെയ്യുന്നതായിട്ടും എനിക്കറിയാം. പക്ഷെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും കാര്യമായ എക്സ്പ്ലനേഷൻ ഒന്നും തരാറില്ല. ചില ആവശ്യമില്ലാത്ത മെമ്മറികളെ മാച്ചു കളയുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഹിപ്നോട്ടിസ്റ്റിലൂടെ. എങ്ങനെയാന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എനിവേ നമ്മളെ ടോപ്പിക് അതല്ല. നമ്മൾക്ക് ഈ കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുവാണ്. കുട്ടികൾക്ക് ആ ഒരു ഓർമ്മയില്ലാത്ത സമയത്ത് ഉള്ള കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. അത് അവർക്കൊരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ അവരുടെ പിന്നീടുള്ള കോൺഷ്യസ് മൈൻഡ് ആവുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോ ഓരോരോ പ്രായം കടക്കുമ്പോൾ, ഓരോ പ്രായത്തിൽ എത്തുമ്പോൾ അതിന്റെ മുൻപിലുള്ള പ്രായം തന്നെയാണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മുന്നോട്ടുള്ളതിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശരി. നമ്മൾ 1ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, അതാണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ. അതാണ് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക്. അപ്പൊ ഓരോ പീരീഡും പ്രീവിയസ് പീരീഡിന്റെ റിഫ്ലക്ഷൻസ് ആണ്. പ്രീവിയസ് പീരീഡിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാവുന്നു അത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രസന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും. അപ്പൊ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വാട്ട് വി തിങ്ക്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്. നമ്മുടെ ആക്ഷൻസ്, നമുക്ക് വരുന്ന ഫീലിങ്സ്, നമ്മളുടെ തോട്ട് പ്രോസസ്, ഇതെല്ലാം ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നു അത് നമ്മളുടെ മെന്റൽ ഹെൽത്തുമായി കണക്റ്റഡ് ആണ്. ചിലർ വളരെ ഈസിലി മാനേജ് ചെയ്യും അവർക്കുണ്ടാകുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അവർക്കുണ്ടാകുന്ന സ്ട്രെസ് എല്ലാം ഈസിലി മാനേജ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും ഈസിലി മാനേജ് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഭയങ്കരമായിട്ട് വിഷമിക്കും അങ്ങനെ ഒരു സമയത്ത്. നമുക്കറിയാം, നമുക്ക് ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് ഒന്നുമല്ല അല്ലേ, അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഉയർച്ച താഴ്ചകൾ. അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി മനസ്സും ശരീരവും 2 പാർട്സ് സെപ്പറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരു യൂണിസൺ, ഒന്ന് തന്നെയാണ് മനസ്സും ശരീരം എന്ന് പറയുന്നത്. മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക പാർട്ട് പറയാൻ പറ്റില്ല. ഇവിടെയാണെന്നോ അങ്ങനെ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ എന്റെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ കൈവയ്ക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ് അല്ലെ, ഇവിടെ തല വയ്ക്കില്ല, ഇവിടെ ആരും കൈവയ്ക്കില്ല. എന്റെ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ചിൽ തന്നെയാണ് കൈവയ്ക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ഫീലാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഏതൊരു ഭാഗത്തും ഉണ്ടാകും. എന്താണ് പറയുന്നത്, കാലിലും കയ്യിലും അല്ലെ. അതൊരു വീക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കാരണം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോ തലവേദന എടുക്കും, ചിലപ്പോ കൈവേദന എടുക്കും, ഏതെങ്കിലും ഒരു പോയിന്റിൽ വേദന ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒന്നിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ബോഡിയിലൂടെ വരുക. ചിലർക്ക് തലവേദനയായിരിക്കും, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി, ചിലർക്ക് ലൂസ് മോഷൻ, ഡൈജഷൻ പ്രോബ്ലം, ഇൻസോംനിയ, ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ലെസ് കോൺസെൻട്രേഷൻ, റെസ്റ്റ്ലെസ്നെസ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മനസ്സും ശരീരവും 2 പാർട്സ് അല്ല, ഒന്ന് തന്നെയാണ്. നമ്മുടെ മനസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ എവിടെയും അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ചിലപ്പോൾ കൈകാൽ തളർന്നു പോകും. ദാറ്റ് മീൻസ് നമ്മുടെ മൈൻഡാണ് അവിടെ ഡൗൺ ആവുന്നത്. കൈകാൽ തളർന്നു പോകും, തലവേദന എടുക്കും. നമ്മുടെ മനസ്സിന്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിലൊക്കെ ഈ ഒരു പോർഷൻ എടുത്തപ്പം. എ പേഴ്സൺ ഈസ് ഹാവിങ് ഹെഡേക്ക് വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൽനെസ്. ഒരാൾക്ക് ഭയങ്കര തലവേദന, അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിട്ട് അപ്പൊ ശരിക്കും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫീവർ, ലൈക്ക് കഫിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ ടെൻഷൻ എന്നുള്ളതായിരുന്നു. അയാൾക്ക് വേറൊരു ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ അയാൾക്ക് ഭയങ്കര തലവേദന. അതിന് കാരണം എന്താണെന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോ? ഓക്കെ അല്ലേ?
ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ്. ഇതും ടോപ്പിക് റിലേറ്റഡ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് എല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയാലും ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക് ഓൾറെഡി പറഞ്ഞു. എന്താണ് the concept of mental hygiene, അല്ലെ? അതിന്റെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ആ മെന്റൽ ഹെൽത്തിന് പകരം ഹൈജീൻ കറക്റ്റ് ചെയ്യാം. Mental hygiene is a science which deals with the process of attaining mental health. അതായത് അതൊരു സയൻസ് ആണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യും, മെന്റൽ ഹെൽത്ത് കിട്ടാനാണ്, മെന്റൽ ഹെൽത്ത് അത് നല്ല രീതിയിലാകാനുള്ള ഒരു സയൻസ്. അപ്പൊ അവിടെ മെന്റൽ ഹൈജീൻ എന്നാണല്ലോ വരേണ്ടത്. പിന്നെ 4ാമത്തെ സെന്റൻസില് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് എന്നാക്കുക. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് മെന്റൽ ഇൽനെസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് ILLNES, ഇൽനെസ്. ഒന്നുകൂടെ പറയാമോ? ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്നാണ്. പിന്നെ 4ാമത്തെ ലൈനില് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്ന് കാണാം. ഹെൽത്ത് മാറ്റിയിട്ട് ഇൽനെസ് ആക്കുക. ILLNESS. ആ ഒരു പാരഗ്രാഫ് ആരാ വായിക്കുക? വായിക്കാൻ. Mental hygiene is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health as well as for the prevention and treatment of mental illness, ultimately leading to an adequate adjustment as and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with human welfare and pervades all fields of human relationship. So mental hygiene is a science. അതൊരു സയൻസ് ആണ് which deals with the process of attaining mental health. നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഹെൽത്തി നല്ല ആരോഗ്യമുള്ള ശരീരം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നല്ല ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ അതിലേക്കുള്ള മാർഗം, മീൻസ്, റൂട്ട് എന്നൊക്കെ പറയുന്നത്, വേ എന്നൊക്കെ പറയുന്നത് ഹൈജീൻ ആണ്. ആ ഒരു പേഴ്സണൽ ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത്, വേ, മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. നമുക്കുള്ള എൻഡ് റിസൾട്ട് മെന്റൽ ഹെൽത്ത് ആണ്. പക്ഷെ അതിലേക്കുള്ള മീൻസ്, വഴി എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. അത് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനെ ഇല്ലാതാക്കുക. ഇതാണ് മെന്റൽ ഹൈജീൻ എന്നുള്ള ആ സയൻസ് ഡീൽ ചെയ്യുന്നത്. മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക, വന്നാൽ അതിന് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതെല്ലാമാണ് മെന്റൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീൻ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റ് ടു ഹിസ് അറ്റ്മോസ്ഫിയർ.
കംപ്ലീറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻടാക്ട് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് 2 ഓതേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കുറെ ബുക്സ് ഒക്കെ ഇറക്കിയിട്ടുള്ള 2 ഓതേഴ്സ് ആണ് ക്രോ ആൻഡ് ക്രോ. ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലീസ് വി ക്രോ, അതാണ് അവരുടെ ശരിയായ പേര്. ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലീസ് വി ക്രോ. നിങ്ങൾ ക്രോ ആൻഡ് ക്രോ എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഫുൾ നെയിം ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അവര് മെന്റൽ ഹൈജീനിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ക്ഷേമം, സന്തോഷം, സുഖം, സമാധാനം, അല്ലെ, ആ ഒരു വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. അതുപോലെ തന്നെ പെർവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ്, വ്യാപിച്ചു കിടക്കുന്നു, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു ടു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. ആളുകളുടെ വെൽഫെയർ, ആ ഒരു ക്ഷേമം, അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. ആൻഡ് അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അല്ലെ, ഈ ഒരു സന്തോഷ സമാധാനം നമുക്ക് ഒറ്റയ്ക്ക് മതിയോ? നമ്മുടെ കൂടെയുള്ളവർക്കും കിട്ടണം, അല്ലെ. അപ്പോ ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ, നമുക്ക് എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ, ലൈക്ക് നമ്മുടെ ഫാമിലി, പുറത്ത് ഉള്ള നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ കൊളീഗ്സ്, അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടോ അതിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്രോയുടെ ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ വെൽഫെയർ ആൻഡ് സ്പ്രെഡ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ. ഓക്കെ, ക്ലിയർ ആയോ മെന്റൽ ഹൈജീൻ എന്താണെന്നുള്ളത്? ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്വർ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടുന്ന ഒരു മാർഗമാണ് മെന്റൽ ഹൈജീൻ. മെന്റൽ ഹൈജീൻ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഡിഫറൻഷിയേറ്റഡ് ആസ് മീൻസ് ആൻഡ് എൻഡ്സ്. ആളുകൾക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് കിട്ടാനുള്ള മാർഗമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. മീൻസ് ആൻഡ് മെഷേഴ്സ്. Mental hygiene provides means and measures to achieve mental health. Okay. ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്ന്, മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതൊന്ന് റീഡ് ചെയ്തോളൂ. യെസ്, ആരും വരുന്നില്ല, ഞാൻ തന്നെ വായിക്കണം. ഓക്കെ, ആർസ് വായിച്ചു. ഞാൻ വായിച്ചോട്ടെ. Okay, the major objective of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences. Second point, care of the mental health of the individual and the group. Third one, the discovery and application of medical measures to cure mental alignment. സോ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. നമ്മൾ മെന്റൽ ഹൈജീന്റെ ക്രോ ആൻഡ് ക്രോ പറഞ്ഞൊരു ഡെഫിനിഷൻ പറഞ്ഞു, അല്ലെ. ഇനി ക്രോ ആൻഡ് ക്രോ അത് മെന്റൽ ഹെൽത്തിനും ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ഇറ്റ്സ് എ സ്റ്റേറ്റ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, അതൊരു അവസ്ഥ നമ്മൾ പറയില്ലേ. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. സെയിം തന്നെ, ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ക്ഷേമം എന്ന് പറഞ്ഞാൽ എല്ലാം വരും, സുഖം, സന്തോഷം, സമാധാനം. ആൻഡ് പെർസ്യൂട്ട്സ് അല്ലെങ്കിൽ അഡോപ്റ്റ്, എല്ലാ ഫീൽഡുമായിട്ട് ഫോളോ ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു, ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, അത് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ വെൽഫെയറിനെയാണ്, ഒരു അവസ്ഥയാണ്, ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു ഹ്യൂമൻ റിലേഷൻസ്, ഓൾ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. അച്ഛനും മക്കളും ആകാം, അമ്മയും മക്കളും ആകാം, സഹോദരങ്ങൾ തമ്മിലാകാം, മറ്റു ഫാമിലി മെമ്പേഴ്സ് തമ്മിലാകാം, ഫ്രണ്ട്സും ആകാം,
കൊളീഗ്സ് ആകാം, കൂടെ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ എല്ലാ ഏരിയയിലും എല്ലാ ഫീൽഡിലുള്ള ഹ്യൂമൻ റിലേഷൻസിനെ ഫോളോ ചെയ്തു പോകും. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണോ, നമുക്ക് ആ ഒരു ഹെൽത്തി ചോയ്സസ് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും പല അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാകും. അങ്ങനെ നമുക്ക് മാനസികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം, ഡിസോർഡേഴ്സ് അല്ലെ. അങ്ങനെ വരാതിരിക്കാനായിട്ട് നോക്കുക. അതാണ് മെന്റൽ ഹൈജീന്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പലപ്പോഴും റിലേഷൻഷിപ്പിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ്, ആ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആകാനായിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ മെന്റലി വളരെ ഡൗൺ ആയ ഒരാളാണെങ്കിൽ നമ്മുടെ ഫിസിക്, നമ്മുടെ പോസ്ചർ ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി വളരെ ലോ ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആരോഗ്യമല്ല, അതൊരു ഗ്രൂപ്പിന്റെയാണ്. ഇൻഡിവിജ്വലിന് മാത്രം ഉള്ളതല്ല, ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരു ഗ്രൂപ്പിനെ. പിന്നെ എന്തെങ്കിലും നമുക്ക് മെന്റൽ എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിസീസ്, എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് അതിന്റെ എന്തെങ്കിലും എന്താ പറയാ, ഒരു റെമഡി, മെഡിക്കേഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ഡെയിലി ആക്ടിവിറ്റീസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്തു, ചെടി നടുക, പെറ്റ്സിനെ വളർത്തുക, വീട് ക്ലീൻ ചെയ്ത് വെക്കുക, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ നമുക്കായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചില മെത്തേഡുകളാണ് ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി ഈ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ സ്കൂളുകളിൽ ഇതിന്റെ നീഡ്, അതിന്റെ ആവശ്യകതയുണ്ട് എന്താന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Need for mental hygiene in school. Sorry. വായിച്ചു. Need for mental hygiene in schools. The major incidents of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, overemphasis on school marks, teachers' partiality, fears of failure, excess homework, heavy curriculum, etc. cause mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the healthy development of the students. സ്കൂൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സ്കൂൾ ക്ലൈമറ്റ്, ആ സ്കൂളിന്റെ സറൗണ്ടിങ്സ് കുട്ടികളെ എപ്പോഴും വെൽക്കം ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികളെ നർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അപ്പോ പലപ്പോഴും ഇപ്പൊ മിക്ക സ്കൂളുകളും അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ടീച്ചേഴ്സിനൊക്കെ നല്ല സ്നേഹം, അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഒന്നോ രണ്ടോ ഒക്കെ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പാർഷ്യാലിറ്റി ഭയങ്കരമായിട്ട് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികളെ, കാണാൻ നല്ല കുട്ടികളെ അങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് ആ ഒരു രീതിയിലൊക്കെ കാണുന്ന ടീച്ചർമാരെയൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൂളിൽ പല പ്രോബ്ലംസും ഉണ്ടാകാം. പലപ്പോഴും കുട്ടി ഭയങ്കര ഗിൽറ്റി ഫീൽ ആകുന്നു. അതുപോലെ തന്നെ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ട്രുവൻസ്, സൂയിസൈഡ് ടെൻഡൻസി. പല സ്കൂളിൽ കേട്ടിട്ടുണ്ടല്ലേ, എത്ര വയസ്സുള്ള കുട്ടി സൂയിസൈഡ് ചെയ്തു, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഓടിപ്പോയി, കാണുവാനില്ല, അതൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യം കാണുന്നതൊക്കെ ആ ഒരു ഏജിലുള്ള പിള്ളേരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഈ മെന്റൽ ഹൈജീൻ സ്കൂൾസ്, അതൊരു സ്കൂളിൽ നിന്നാണ് പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത്. കാരണം അവര് ആക്റ്റീവ് ആയിരിക്കുന്നത് കൂടുതൽ സമയം സ്കൂളിലാണ്. വീട്ടിൽ വളരെ കുറച്ച് സമയമുള്ളൂ. വൺസ് അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിൽ തന്നെയാണ്. വീട്ടിൽ എന്ന് പറയുമ്പോൾ അവര് രാവിലെ എണീറ്റ് റെഡിയായി പോകുന്നു, വൈകിട്ട് വരുന്നു, വീണ്ടും ഇതുപോലെ തന്നെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങും. ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂൾ ടൈമിൽ തന്നെയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വേണം
ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചൊന്നും അവയർനെസ് കൊടുക്കുമ്പോൾ സ്കൂൾ അതോറിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കുട്ടികളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ടീച്ചറുടെ സൈഡിൽ നിന്നുള്ള ലാക്ക് ഓഫ് ഒരു ഫ്രണ്ട്ലി അല്ലാത്തൊരു ബിഹേവിയർ, അതുപോലെ തന്നെ സ്കൂൾ മാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ്. സ്കൂളിൽ നിന്ന് മാത്രമല്ല, ചില സമയത്ത് ചില പാരന്റ്സും കുട്ടികളെ വല്ലാതെ പുഷ് ചെയ്യും മാർക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഹെവി കരിക്കുലം, ടീച്ചർ ബയസ്ഡ് ആയിട്ട് മാറുന്നത്, പിന്നെ അപ്പൊ തോറ്റു പോകുമോ എന്നുള്ള പേടി, എക്സസ് ഹോംവർക്ക്, ഇതെല്ലാമാണ് സ്കൂൾ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികളിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് മാറും. അവര് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാൽ ന്യൂട്രീഷൻ ഇല്ലാത്ത അവസ്ഥ, വിളർച്ച, പല പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരാം അല്ലെ. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനും നല്ലതുപോലെ നറിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ അവരും ഈ ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഇമോഷണൽ അൺസ്റ്റേബിലിറ്റിയിലേക്ക് പോകും. പിന്നെ ടീച്ചറുടെ അപ്രോച്ചും ഹെവി കരിക്കുലം അങ്ങനെയുള്ള കാര്യങ്ങളും. ശരിക്കും മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആണ്. ശരിക്കും ഒരു സ്കൂളിൽ നമ്മൾ മെന്റൽ ഹൈജീനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കാൻ മുമ്പ് ടീച്ചേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും ഈ കുഞ്ഞുങ്ങളിൽ. അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാൾ ക്ലാസ്സിന് എടുക്കുമ്പോൾ അത്രത്തോളം അവരതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി പോവില്ല. മെന്റൽ ഹൈജീൻ പ്രാക്ടീസ്, അപ്പൊ ടീച്ചർക്ക് അതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ടാവും. കുട്ടികളുടെ മെന്റൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്, സ്വന്തം മെന്റൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിന്റെ സറൗണ്ടിങ്സ്, ഹെൽത്ത് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഹെൽത്ത് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്കൂളിൽ ഹെൽത്തിന്റെ കാര്യം വന്നപ്പോ സമയത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നതും കുട്ടികൾക്ക് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മെന്റൽ ഹെൽത്ത് ആണെങ്കിലും സ്കൂളില് കുട്ടികളെ, ചില സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറയാം എന്നുള്ള രീതിയിലുള്ള കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ടീച്ചറോട് പറയാതെ ഒരു പക്ഷെ അവരോട് പറയും ആ ഒരു രീതിയിൽ. അങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് നടക്കുന്ന സ്കൂളുകളും ഉണ്ട്. ഇനി അതല്ല, അവരാരെങ്കിലും ഹയർ ചെയ്യും, ഞങ്ങളില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യും, അല്ലെങ്കിൽ പാരന്റ്സിന് ശ്രദ്ധയിൽപ്പെടുത്തും. കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഡിസബിലിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ മെന്റലി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പാരന്റ്സിനെ ശ്രദ്ധയിൽപ്പെടുത്തും. ഏതെങ്കിലും നല്ല തെറാപ്പിസ്റ്റിനെയോ ഹോസ്പിറ്റലിലോ കാണിക്കാനൊക്കെ പറഞ്ഞ് സജഷൻസ് കൊടുക്കാനും പറ്റാറുണ്ട്. ഓക്കെ, നല്ലൊരു ഹെൽത്തി എൻവിയോൺമെന്റ് ആയിട്ട് മാറുവാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇറങ്ങിക്കോളും. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറെന്തോ കാര്യം പറയാനായിട്ട്, ഈ നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകും, പ്രത്യേകിച്ചും പാർട്ട്ണറുടെ അടുത്ത്. എന്റെ മുന്നിൽ വന്നൊരു കേസായിരുന്നു, പറഞ്ഞിട്ടൊന്നുമില്ല. ആള് ഒരു ബിസിനസ്സുകാരനാണ്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആരെയും പറ്റിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുള്ളിക്ക് ഫാമിലി ഉണ്ട്, വൈഫും 2 കുട്ടികളും, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. വൈഫ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അയാളുടെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം. വേറെ ഒന്നും അറിയില്ല, പുറത്തേക്കും ഇറങ്ങാറില്ല, അങ്ങനെ വേറെ ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാൾ വന്നത് എങ്ങനെയാണ്, ഞാൻ ചെയ്ത ബിസിനസ്സിൽ എത്ര നഷ്ടം വന്നു, എത്രയോ നഷ്ടം വന്നു, അപ്പൊ അത് കാരണം പുള്ളിക്ക് ഇനി ജീവിക്കണ്ട. കാരണം ഇതുവരെ പുള്ളി നഷ്ടങ്ങൾ അറിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ പോകുന്നൊരു ബിസിനസ് ആയിരുന്നു, നഷ്ടങ്ങളെ പറ്റി പുള്ളി ബോധർ ചെയ്തിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടൊരു പരാജയം പോലെ അയാൾക്ക് തോന്നി ഒരു നഷ്ടം വന്നപ്പോ. ഇനി ജീവിക്കണ്ട, ഞാനിത് ലൈഫ് എൻഡ് ചെയ്യാൻ പോവാന്നാണ്. അതൊന്ന് പറയണം, അതാണ് വന്നത്. അപ്പൊ നമ്മള് അയാളുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞെങ്കിലും അയാളോട് ചോദിക്കുവാണ്, നിങ്ങൾ ഈ വിവരം ഭാര്യയോട് പറഞ്ഞു? അപ്പൊ അയാള് വീണ്ടും ഇല്ല, ഞാൻ മരിക്കാൻ പോവാ എന്തായാലും. വീണ്ടും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചു, കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ ഈ വിവരം ഭാര്യയോട് പറഞ്ഞു? വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ വിവരം ഭാര്യയോട് പറഞ്ഞു? അപ്പോഴും അയാള് ഞാൻ എന്തായാലും ആരോടും പറയാൻ പോകുന്നില്ല, ഞാനിങ്ങനെ മരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മൾ ചോദിച്ചു, അങ്ങനെ പലതവണ ചോദിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവാം. അയാളുടെ ഉള്ളൊരു ഇത്, ശരിയാ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കാം,
എന്ന് പറയാൻ വീട്ടിലേക്ക് വിടുന്നു. അവിടെ ചെന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു, കുറച്ച് സംസാരിക്കാണ്, അവരോട് കാര്യങ്ങളെല്ലാം പറയും. എനിക്ക് ഇങ്ങനത്തെ നഷ്ടം വന്നു, എനിക്കത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞത് അതിനെന്താ, നമുക്ക് ആ ക്യാഷ് അറേഞ്ച് ചെയ്യാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അയാൾക്ക് നഷ്ടം വന്ന 5 ലക്ഷം രൂപ അത്രയും കണ്ടേ ഉള്ളൂ. അറൗണ്ട് അയാളുടെ വലിയ ബിസിനസിന്റെ. അതാണ് അയാൾ ഇത്ര പ്രശ്നമായിട്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞു വന്നത്. കാരണം പുള്ളിയുടെ മെന്റൽ ഹെൽത്ത് ഹൈജീൻ വളരെ ലോ ആയി. ചിന്തിക്കുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താകും, അങ്ങനെയുള്ള ചിന്തകൾ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഈ മെന്റൽ ഹൈജീൻ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന 2 ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്. അതും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ആരെങ്കിലും സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മിസ്. Good morning, teacher, and good morning, my dear friends. It is honor to deliver the sign out at the conclusion of today's class. On behalf of the class, I extend a sincere gratitude to our Jishamas for the valuable class and inspiring words. Your presence added very great to the class. I heartfelt thank you to all my dear friends and my miss. Thank you. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, miss.